രാവിലെ രാഹുൽ വീട് കയറിയുള്ള പ്രചരണത്തിലാണ് ഇ പി എത്തുന്നു എന്നുള്ളതാണ് ഇന്നത്തെ പ്രത്യേകത. വരട്ടെ, നല്ലതല്ലേ? എല്ലാ നേതാക്കന്മാരും വരട്ടെ. ഇനിയിപ്പോ 13-ാം തീയതി കഴിയുമ്പോൾ എല്ലാ പാർട്ടിയുടെ എല്ലാ നേതാക്കന്മാരും ഇവിടെ എത്തണമല്ലോ. അങ്ങനെ മാത്രമേ കാണുന്നുള്ളൂ. ഇ പി ഇന്നലെ ഒരു വിവാദശേഷം ഇന്നിങ്ങനെ വരുമ്പോ ഞാൻ തുടക്കം തൊട്ടേ ഇപ്പൊ ഇന്നലെയൊക്കെ എനിക്ക് ഒരുപാട് പത്രസമ്മേളനങ്ങൾ, പ്രസ്താവനകൾ, കോൺഗ്രസിന്റെ UDF-ന്റെ ഒക്കെ മാറി മാറിയുള്ള പത്രസമ്മേളനങ്ങളൊക്കെ നടത്താൻ പറ്റുന്ന ദിവസമാണ്. ഞങ്ങൾ അങ്ങനെ ഏതെങ്കിലും വിവാദത്തിൽ പിടിച്ചിട്ടുണ്ടോ ഇന്നത്തെ ദിവസം വരെ? കാരണം വിവാദങ്ങളല്ല ജനങ്ങളെ ബാധിക്കുന്ന വിഷയം. ഏട്ടാ മറക്കണ്ട കേട്ടോ. അപ്പൊ വിവാദങ്ങളല്ല ജനങ്ങളെ ബാധിക്കുന്നത്. ജനങ്ങളെ ബാധിക്കുന്നത് വികസനവും അവരുടെ പ്രശ്നങ്ങളുമാണ്. ഞങ്ങൾ ആ വിഷയത്തിലല്ല. ഇപ്പൊ നോക്കൂ, ഇപ്പൊ BJPക്ക് അകത്ത് എന്തെല്ലാം പൊട്ടിത്തെറികളുണ്ടായി, CPM-നകത്ത് പൊട്ടിത്തെറി ഉണ്ടാകുന്നത് മുൻകൂട്ടി പറഞ്ഞതാണ്. അപ്പൊ അതെല്ലാം ഉണ്ടാകുമ്പോഴും ഞങ്ങൾ അതിൽ ക്യാരീഡ് ആകുന്നില്ല. ഞങ്ങൾ ക്യാരീഡ് ആകുന്ന അത്രയും ജനങ്ങളുടെ പോവാ ഞങ്ങള് ക്യാരീഡ് ആകുന്ന മുഴുവൻ ജനങ്ങളുടെ പ്രശ്നങ്ങളും വികസനങ്ങളും മാത്രമുള്ള കാര്യങ്ങളിലാണ്. വേറെ ഒന്നിലും ഫോക്കസ് ഇല്ല. ഇതുവരെ വേറൊരു വ്യക്തി അധിക്ഷേപങ്ങളിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിലേക്കോ ഒന്നും പോയിട്ടില്ല. അവരൊക്കെ അതിന്റെ എക്സ്ട്രീമിൽ പോയി. ജനം അതും വിലയിരുത്തട്ടെ. ഈ വയനാട് ചേലക്കരയൊക്കെ പോളിംഗ് കുറഞ്ഞു, ഇവിടെ അങ്ങനെ ഒരു കുറയോ? എന്താ അത്തരം ചർച്ചകൾ വല്ലതും ഉണ്ടോ? ചേലക്കരയിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം CPM പോക്കറ്റുകളിൽ ഭയങ്കരമായിട്ട് വോട്ട് കുറഞ്ഞിട്ടുണ്ട്. അതൊരു ആന്റി ഇൻക്യുമൻസിയാണ്. അപ്പം ചിഹ്നത്തിൽ തന്നെ കുത്തി ശീലിച്ച ആളുകളുണ്ട്. ആ ആളുകൾക്ക് സ്വാഭാവികമായിട്ടും വോട്ട് ചെയ്യാനുള്ള കാരണങ്ങളില്ല. വയനാട്ടിലൊരു ദുരന്തം ഉണ്ടായതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും പിന്നെ അവിടെ ഒരു വലിയ ഏകപക്ഷീയമായ മത്സരമാണല്ലോ വയനാട്ടിൽ നടക്കുന്നത്. പാലക്കാട് പോളിംഗ് കുറയില്ല. കാരണം പാലക്കാട് മതേതര വിശ്വാസികളെല്ലാം ഇറങ്ങി നിന്ന് തന്നെ വോട്ട് ചെയ്യും. ഈ BJPയുടെ ഒരു പ്രചരണമല്ലോ, ഈ തേരിന് എന്തോ ചെരുപ്പിട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സോഷ്യൽ മീഡിയയിലൊക്കെ അങ്ങനെ ഒരു പ്രചരണം, അതിനെന്താ മറുപടി? അങ്ങനെ എന്താ പറയാ, ഈ ഇല്ലാത്ത കുത്തിത്തിരിപ്പുകൾ, പ്രത്യേകിച്ച് വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇല്ലാത്ത കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാനായിട്ട് നോക്കരുത്. അത് പിന്നെ ഏതെങ്കിലും ഒന്നോ രണ്ടോ പ്രവർത്തകർ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നറിയില്ല. അതിപ്പം ഓരോരുത്തരുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. അപ്പം ബോധപൂർവ്വം ഒരു വിശ്വാസത്തെ വ്രണപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നതായിരിക്കില്ല. ആരുടെയും അശ്രദ്ധ കൊണ്ടുണ്ടായിട്ടുണ്ട് എനിക്കറിയില്ല. നമ്മുടെ ശ്രദ്ധ മുഴുവൻ തേരിലും, നമ്മുടെ ശ്രദ്ധ മുഴുവൻ അതിന്റെ ഒരു ഭക്തിസാന്ദ്രമായ അന്തരീക്ഷമാണല്ലോ. അപ്പം നമ്മൾ ആളുകളുടെ കാലിലേക്ക് നോക്കി അവർ ചെരുപ്പിട്ടിട്ടുണ്ടോ, എന്തെല്ലാം കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാതെ ഞാൻ നോക്കിയിരുന്നില്ല, ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി അറിയില്ല. ഇങ്ങനെ എന്തിലും നമ്മളിങ്ങനെ വിഷം ചെയ്യാനായിട്ട് നിൽക്കാതെ കാര്യങ്ങളെ പോസിറ്റീവായിട്ടും ഒരു മനുഷ്യത്വപരമായിട്ടും ഒക്കെ സമീപിക്കുന്നത് നന്നായിരിക്കും. ഇപ്പം സ്വാഭാവികമായിട്ടും ഇപ്പൊ ഇന്നലെ ഉണ്ടായതുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വിവാദപരമായിട്ടൊക്കെ പറയാനൊക്കെ ഉണ്ട്. പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വലിയ ക്ഷീണം ഉണ്ടാവുകയും ചെയ്യും. അവരെ ക്ഷീണിപ്പിക്കേണ്ടെന്ന് കരുതിയിട്ടല്ല, പക്ഷെ വിശ്വാസമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളല്ലേ. നമ്മളെന്തിനാണ് വെറുതെ ഈ പച്ചവെള്ളത്തിൽ തീ പിടിപ്പിക്കുന്ന വർത്തമാനം പറയുന്നത്? എന്തായാലും അതാണ് രാഹുലിന്റെ ഒരു ലൈനുള്ളത്. അതായത് വിവാദങ്ങൾക്കല്ല, അതിനപ്പുറത്തേക്ക് ഇത്തരം വിഷയങ്ങൾ, ജനകീയ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞും നേരിട്ട് വോട്ടർമാരെ കണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ EP വിവാദത്തിലും കാര്യമായൊരു പ്രതികരണത്തിന് രാഹുൽ തയ്യാറാകുന്നില്ല എന്ന് തന്നെയാണ്. പിരായിരി പഞ്ചായത്തിലാണ് രാഹുലിന്റെ ഒരു പ്രചരണം തുടരുകയും ചെയ്യുന്നത്. പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം G. ശ്രീജിത്ത്, News 18 പാലക്കാട്.